നമ്മുടെ ഈ 140 മണ്ഡലത്തിലെ ഈ തീരദേശ റോഡുകളെ സംബന്ധിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലമല്ലാതെ ഇത്ര ശോചനീയാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രദേശം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടുത്തെ പ്രദേശക്കാർക്ക് അറിയുന്നതാണ്, നമ്മളെ കൂട്ടായി മുതൽ ഇങ്ങോട്ടേക്ക് റോഡുമ്മ കയറി കഴിഞ്ഞാല് വള്ളിക്കുന്നുമെത്തുമ്പോ പിന്നെ കുയ്യപ്പച്ചട്ടിയിൽ കുയ്യപ്പെട്ട പോലാണ്, പിന്നെ അവിടെ നിന്നുകൊണ്ട് കുയ്യുന്ന റോഡും തന്നെയുള്ളൂ. ഒരു കടൽക്ഷോഭം മൂലം ഒരു റോഡ് അവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഈ കടൽക്ഷോഭം മൂലം റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോയാൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അത് പുനഃസ്ഥാപിക്കാനുമുള്ള ആളുകളാണ് നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ചു വിടുന്ന MLA-മാര്. അല്ലാതെ അത് പിണറായി നേരിട്ട് വന്ന് ചെയ്യട്ടെ എന്നുള്ള ഈ ലീഗിന്റെ ധാർഷ്ട്യമുണ്ടല്ലോ, അതുപോലും ഒന്ന് ചെയ്യാൻ കഴിയാത്ത ഈ ലീഗിന്റെ ഭരണം പിന്നെ നമ്മൾ ഇവരെ ജയിപ്പിച്ചു വിടുന്നതിന്റെ കാര്യം എന്താണ്? നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ചിരകാല സ്വപ്നമായിരുന്നു ഇവിടുത്തെ മുതിയം പാലം. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആളുകൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് വരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ നാടറിയുന്ന, നാട്ടുകാരറിയുന്ന ഒരു MLA ഇന്ന് വരെ ലീഗിന് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ കോണി എന്നൊരു ചിഹ്നം കണ്ട കുത്തിപ്പോകുന്നല്ലാതെ ഈ നാട്, ഈ കുത്തക മണ്ഡലം എന്ന അവരുടെ ഒരു ധാർഷ്ട്യം തന്നെയാണ് ഈ നാട്ടിലെ വികസന മുരടിപ്പിന്റെ കാരണം തന്നെ. അല്ലെങ്കിൽ ഇവിടെ പാലം വരേണ്ടതും ഈ റോഡ് നന്നാക്കേണ്ടതും എല്ലാം MLA-യുടെ ഉത്തരവാദിത്തമല്ലേ? അപ്പൊ ഇവർ പറയുന്നത് എന്താ വെച്ചാല് MLA-ക്ക് സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ലെന്നാ പറയുന്നത്. MLA-ക്ക് സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ലെന്ന് പറയുന്നത് എന്ത് ധാർഷ്ട്യമാണെന്നുള്ളത്. 1000 കോടി രൂപ ഒരു MLA-ക്ക് ചെലവഴിക്കാൻ MLA ഫണ്ട് ഉണ്ട്. അപ്പൊ എവിടെ കൊണ്ടിട്ടാണ് ഇയാൾ ചെലവാക്കുന്നത്? ഈ പാലത്തിന് വേണ്ടി എത്രയോ കാലമായിട്ട് നമ്മുടെ ഇവിടുന്ന് വയസ്സന്മാരൊക്കെ പള്ളിക്ക് പോകുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നുണ്ട്. അത് ഇപ്പൊ ഒരു പ്രശ്നമില്ല അവിടെ. നാളെ ഒരു കടൽക്ഷോഭം വരുമ്പോ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? നാളെ കുട്ടികളെ പിന്നാലെ തള്ളാരും കൂടെ ഓടേണ്ട ഗതിയോടല്ലേ? അത് നന്നാക്കാൻ പോലും കഴിവില്ലാത്ത ഒരു MLA-മാര് നമ്മൾ ജയിപ്പിച്ചു വിടുന്നതിന്റെ കാര്യം എന്താണെന്നാണ് എന്റെ വോട്ടർമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ മങ്കടയിൽ നിന്ന് ഒരാള് നമ്മള് ഇവിടെ കൊണ്ടുവന്നത് നട്ടു. നമ്മുടെ ഒരു തമാശ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ പൂളക്കൊമ്പിനെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് വേറൊരു സംഭവം സംഭവിക്കാൻ പോകുന്നില്ല. അതിന്റെ പൂള അങ്ങനെ ഇരിക്കുള്ളൂ. കൊണ്ടോട്ടിയിലെ 10 വർഷത്തെ കാലം ഈ കൊണ്ടോട്ടിയിലെ MLA ആയിരുന്ന ആളാണ് ഇന്ന് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ആ MLA എന്റെ സ്നേഹിതന്മാരുണ്ട് കൊണ്ടോട്ടിയിലുള്ള. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, അവിടെ നിങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞു. എന്താണ് കാര്യം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ അനുഭവിക്കുന്ന പറഞ്ഞത് എന്താണ് കാര്യം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് കൊണ്ടോട്ടിയിലുള്ള ജനത പൊറുതിമുട്ടി അവർക്ക് വേണ്ട വികസനവും ഇല്ലാതെ നെട്ടോട്ടം ഓടുന്ന സമയത്ത് അവിടുത്തെ ലീഗ് ഭരണം തന്നെ പറഞ്ഞതാണ്, അങ്ങനെ ഒരാളെ ഇനി ഇവിടെ ഇട്ടാല് ഞങ്ങൾ വോട്ട് ചെയ്യൂല. ആ TV ഇബ്രാഹിമിനെ ഇവിടെ ഇട്ടാൽ ഞങ്ങൾ തന്നെ വോട്ട് ചെയ്യൂല. അതുകൊണ്ട് അവരെ നിങ്ങൾ മാറ്റുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ ലീഗിന്റെ ആളുകൾക്ക് അത് കേൾക്കാതെ നിവർത്തില്ല. കാരണം ഇയാൾക്ക് സീറ്റ് കൊടുക്കാനൊന്നും പറ്റൂല. അപ്പൊ എവിടെങ്കിലും കൊണ്ടുവിടണ്ടേ? പിന്നെ ഏത് പുല്ലും മുളക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, വള്ളിക്കുന്ന് മണ്ഡലം, അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ മുളപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടു. നാളെ ഇതിന്റെ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ല. ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ലാത്തതാണ്. 10 വർഷം മുമ്പ് നിങ്ങൾക്കായിരുന്നു ഭരണം. MLA നിങ്ങളതായിരുന്നു, MP നിങ്ങളതായിരുന്നു, വള്ളിക്കുന്ന് മണ്ഡലം നിങ്ങളായിരുന്നു, കൗൺസിൽ ഇവിടെയുള്ള മെമ്പർ പോലും നിങ്ങളതായിരുന്നു. എന്തേ നിങ്ങൾക്ക് കൈയടക്കാൻ പറ്റാതിരുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഒരു കൈയടക്കാൻ പറ്റിയോ? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്ന വാക്കാണ് ഞങ്ങൾ ഭരണം വരട്ടെ, ഞങ്ങൾ ഒന്നായിട്ട് മറിച്ചു തരാന്ന് പറയുന്നത്. ഈ പെരിന്തൽമണ്ണ നിൽക്കുന്ന ഇയാൾക്ക് ഈ തീരദേശത്തെ പ്രദേശത്തുള്ള ജനങ്ങളുടെ വിഷമം പ്രയാസങ്ങളും മനസ്സിലാക്കാൻ പറ്റുമോ? എപ്പോഴേലും വന്നുകൊണ്ടൊരു ലുങ്കിത്തുണി എടുത്തുകൊണ്ട് കൈയും കാട്ടിപ്പോയാല് സ്ഥാനാർത്ഥിയാവില്ല. എന്റെ പ്രതിനിധികളോടും അതുപോലെ ജനങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയം വികസനത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമായിരിക്കണം. ജനങ്ങൾക്ക് വികസനം രാഷ്ട്രീയക്കാരെ തരുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യത്തലപ്പുറം. ഇവിടെയുള്ള ലീഗുകാരുടെ അവസ്ഥ എന്താണ്? അവരിനൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, വികസന നായകൻ സിന്ദാബാദ്, വികസന നായകൻ സിന്ദാബാദ്. ഇനി പെണ്ണുങ്ങളെങ്ങാനും പറയാൻ ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരോട് പോയി പറയും, പൊന്നെത്താത്ത നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടും കേട്ടോ, നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടും. നാളെ അള്ളാന്റെ അടുത്ത് നിങ്ങൾക്ക് റയ്യനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് ഈ 5 നേരം നിസ്കരിച്ചിരിക്കണ താത്താരോട് പറഞ്ഞ അപ്പൊ അവങ്ങൾ പേടിച്ചു പോയില്ലേ? നാളെ പോയിട്ട് അവർ പിന്നെയും കുത്തു.
അപ്പൊ ഇവരുടെ അവസാനത്തെ നയമാണ് മതം പറഞ്ഞ് വോട്ട് പിടിക്കുക എന്നുള്ളത്. വികസനം പറഞ്ഞ് എന്തായാലും ലീഗിന് ഇവിടെ വോട്ട് പിടിക്കാൻ പറ്റില്ല. എന്നാൽ നാളെ ഞാൻ ഇവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ്, ഈ തീരദേശ പ്രദേശത്തിന് വേണ്ടിയിട്ട് ലീഗിന്റെ MLA ഇവിടെ ചെയ്തിട്ടുള്ള എന്ത് വികസനമാണെന്നുള്ളത് ഇവിടെ വന്നിട്ടൊന്ന് വൈകിട്ട് പറയാൻ പറ്റുമോ? ലീഗിന്റെ MLA-മാര് ഈ 10 വർഷം മതി, മുമ്പുള്ളത് വേണം. മുമ്പുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവർക്ക് തന്നെ ബോധം പോകും. ഈ 10 വർഷക്കാലം ലീഗിന്റെ MLA ഈ 3.5 കിലോമീറ്റർ തീരദേശ പ്രദേശത്ത് എന്ത് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റുമോ? ഇന്നലെ ഒരു വാഹനം വന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തായിട്ട് പ്രസംഗിക്കുന്നത് കേട്ടു. തീരദേശത്തിനെ കുറിച്ചിട്ട് അവർക്കൊന്നും സംസാരിക്കാനില്ല. അവർക്ക് ഈ റോഡിനെ കുറിച്ച് സംസാരിക്കാനില്ല, പാലത്തിനെ കുറിച്ച് സംസാരിക്കാനില്ല. വികസന നായകൻ അമിത് മാസ്റ്റർ അത് ചെയ്തു, എന്ത് ചെയ്തു? പിന്നെ പറഞ്ഞത് തീരദേശ പ്രദേശത്തിന് വേണ്ടി 19,47 രൂപ ഇവിടെ ചെലവഴിച്ചു എന്നാണ് പറഞ്ഞത്. 19,47 രൂപയ്ക്ക് വേണ്ട ഏതെങ്കിലും ഒരു കല്ല് ഈ റോട്ട് പോലിട്ടത് എന്റെ വയസ്സിന് മൂത്ത ആളുകൾക്ക് ഉണ്ടെന്നല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞാൽ മനസ്സിലാവും, വലന്റെ ചാർത്ത് മാറുന്ന പോലെ 2 സൈഡിലുള്ളത് റോഡ് മാറിപ്പോയതല്ലാതെ ഈ 4 സെന്റ് പ്രദേശത്ത് അവിടെ അങ്ങനെ ഒരു റോഡ് മാത്രം പണിയെടുത്തതല്ലാതെ ഇവിടെ എന്താണ് ഉണ്ടാക്കിയത്? അപ്പൊ ആ 19 കോടി നിങ്ങൾ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും പൊട്ടത്തരങ്ങളും നുണകളും പ്രചരിപ്പിച്ച് മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ വരുന്ന ലീഗിന്റെ ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. മുമ്പ് ഇവിടെ ഒരു മെമ്പർ ഉണ്ടല്ലോ, ഇവിടെ മെമ്പർ മുമ്പ് പറഞ്ഞത് എന്താ? ഇവിടുത്തെ ഈ വികസന മുരടിപ്പിന് കാരണം സർക്കാരാണെന്നാണ് പറഞ്ഞത്. ചെങ്ങായിക്ക് എന്തെങ്കിലും വിവരമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ ഓഫീസിട്ടിട്ട് ഭരണം നടത്തുക. പള്ളിക്കുന്ന് മണ്ഡലത്തിൽ 24 മെമ്പർമാരുണ്ട്. ആരാണ് ഓഫീസിട്ട് ഭരണം നടത്തുന്നത്? ഓഫീസ് പിന്നീടാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതൊരു അക്ഷയ കേന്ദ്രമാണ്. നമ്മൾ പോയി ഫോട്ടോസ്റ്റാറ്റ് അടിക്കുക, 10 രൂപ കൊടുത്താൽ തിരിച്ചു വരിക. അപ്പൊ എല്ലാ പെണ്ണുങ്ങളോടും പറയാ, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങളവിടെ നല്ല ക്ലിയർ ആക്കി തരാന്ന്. പോകുന്ന പാവങ്ങൾക്കാണെങ്കിൽ അവിടെ പൈസ കൊടുക്കാതെ നിവർത്തിയുമില്ല. അപ്പൊ സ്വന്തം കീശ വീർപ്പിക്കാനായി നടക്കുന്ന അങ്ങനത്തെ ഒരു MLA MP-മാരും മെമ്പർമാരും. പിന്നെ ഇവിടുന്ന് ലോകസഭയിലേക്ക് ജയിച്ചു പോയ MP-യുടെ കഥ നമ്മളാരും കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബോധമില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് വികസനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ചു വിടുന്ന MLA-മാര് MP-മാര് മെമ്പർമാര് തിരിഞ്ഞു നോക്കാത്തൊരു പ്രദേശമാണ് വള്ളിക്കുന്നിന്റെ തീരദേശ പ്രദേശം. എന്താണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്? ഈ MLA ഫണ്ടിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? MP-യുടെ ഫണ്ടിൽ നിന്ന് ഇവിടെ ഈ തീരദേശ പ്രദേശത്തിന് വല്ലതും ചെയ്തു തന്നിട്ടുണ്ടോ? കഴിഞ്ഞ പഞ്ചായത്ത് ഭരണത്തില് ഞങ്ങൾ ഈ മെമ്പർ സച്ചിദാനന്ദന് ജലമിഷന്റെ ഭാഗമായിട്ട് റോഡ് പൊളിച്ചു. അതിന് കഴിഞ്ഞ ഭരണത്തിൽ തന്നെ ഫണ്ട് വെച്ചതാണ്, ഫണ്ട് പാസ്സാക്കി പോയതാണ്. അതുപോലും ഒന്ന് നടത്താനുള്ള ഒരു കഴിവില്ലാത്ത മെമ്പർമാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ഇവർ പറയുന്ന വർത്താനം എന്താ അറിയോ? അത് ഞങ്ങൾ കൊണ്ടുവന്ന റോഡാണ്. നിങ്ങൾ നാളെ ഇവിടെ വന്ന് വെല്ലുവിളിക്കുകയാണെങ്കിൽ അത് സച്ചിദാനന്ദൻ ഒപ്പിട്ട് ടെൻഡർ എടുത്ത പേപ്പർ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കാൻ ഞങ്ങൾ തയ്യാറാ. സച്ചിദാനന്ദൻ മെമ്പർ അത് ഒപ്പിട്ട പേപ്പർ കാണിക്കാൻ ഞങ്ങൾ തയ്യാറാ. പിന്നീട് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത് കേട്ടു. റോഡ് പണി DYFI മുടക്കിയത് ഞങ്ങളെ മെമ്പർ വെച്ച ഫണ്ട്. ആ റോഡ് പണി ഞങ്ങൾ എന്തിനാ മുടക്കുന്നത്? നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ക്രെഡിറ്റും കിട്ടൂല. മെമ്പറിന് അതുകൊണ്ട് ഒരു ക്രെഡിറ്റും കിട്ടൂല. അതുകൊണ്ട് മെമ്പർ ഇവിടെ ഒന്നും ചെയ്യൂല. ഒരു ഇലക്ട്രിക് വണ്ടിയിൽ വന്നിട്ട് ചുറ്റി കറങ്ങിയിട്ട് ഇവിടെ എന്താത്താത്ത എന്ന് പറഞ്ഞിട്ട് അയാളെ പണിക്ക് അങ്ങോട്ട് പോകും. പാതിരാവിന്റെ മറവിലെ സ്ലിപ്പിന്റെ ഇടയിൽ പൈസ തിരികിയിട്ട് ജയിച്ചു പോയ ആൾ ഇതിനപ്പുറം ചെയ്യാനുമില്ല. ഇതിന്റെ അപ്പുറമൊന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയമുള്ള വോട്ടർമാരെ, നിങ്ങൾ പോളിംഗ് ബൂത്തില് പോകുന്ന സമയത്ത്, ഈ ഏപ്രിൽ 9-ന് പോളിംഗ് ബൂത്തിൽ എത്തുന്ന സമയത്ത് ഒരാലോചിച്ചിട്ട് ഈ കോണിക്ക് കുത്തിയിട്ട് എത്ര കാലം നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ള ഒരു ബോധവും ആ ബോധ്യത്തോടെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ആ ചിന്തയോട് കൂടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് CP മുസ്തഫയ്ക്ക് ഓരോ വോട്ടും നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം.
നാളെ UDF ഇവിടെ ഭരണത്തിൽ വന്നാല് എന്തൊക്കെയാണ് സംഭവിക്കുക? ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഓണം നേരത്തെ വന്നിട്ട് മൂപ്പർക്ക് എന്തോ സംഭവിക്കാനുള്ള ആളുകളൊക്കെയാണ്. നമ്മളെ അങ്ങനത്തെ കോമഡികളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആദാ കൗമും ചായലൂന്ന് പണ്ട് DKMS പറഞ്ഞൊരു കാര്യമുണ്ട്, ആദാ കൗമും ചായലൂർ, അങ്ങനത്തെ ആളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ലീഗിന്റെ പ്രവർത്തകരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രബുദ്ധരായ വോട്ടർമാരോട് നിങ്ങളൊന്നും മാന്യമായിട്ട് ആലോചിച്ചിട്ട് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആർക്ക് കുറ്റണം? ജനങ്ങൾക്ക് വേണ്ട വികസനങ്ങൾ ചെയ്യുന്നവർക്ക്, ഈ പെൻഷൻ കൂട്ടിയവർക്ക്, 5 ലക്ഷം വീട് തന്നവർക്ക്, ഈ സ്ത്രീ സുരക്ഷാ ഫണ്ട് തന്നവർക്ക്, അവർക്ക് വേണ്ട വോട്ടുകൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.